വണക്കം മക്കളെ. ദേ കുറേ തീരം രാത്തിരുന്ന് വിശന്ന് ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി അവിടെ ജ്യൂസും കുടിച്ച് വിശപ്പിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ആഹാരമായിട്ട് പൊറോട്ട വറുത്തരച്ച ചിക്കൻ പ്ലസ് ചിക്കൻ കറി വ്യത്യസ്ത നല്ല അതും കഴിച്ച് നിന്നെ പോയി ഓടിരിക്കുക ഓരോണ്ട് എമ്പക്കോ വിട്ടു നീ കയറി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോട്ട്. അങ്ങനെ നമ്മൾ നാടൊക്കെ അല്ലേ, അവർക്കും വഴിയൊക്കെ മാറ്റി കൊടുക്കണ്ടേ നമ്മളെ ഭാഗത്ത് തെറ്റല്ലെന്ന് അറിയാം. പോട്ടെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ അടുത്തത്. സൂപ്പർ, ആറ് പോട്ടെ. നമ്മൾ മാത്രം വിശന്നാൽ പോരല്ലോ, നമ്മൾ ഓട്ടിക്കുന്നതിന് കൂടി വിശപ്പുള്ള അകറ്റണ്ടേ. അങ്ങനെ അതിനും കുറച്ച് വിശപ്പ് നല്ല ആഹാരമൊക്കെ മേടിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞ കോവിലെ സർപ്രൈസ് ഉണ്ട്. ഒരു 4 മുട്ടായി അതും മേടിച്ചത് വി പാർക്ക്. ഇതാണ് കൊല്ലത്തെ വി പാർക്ക്. ഇത് എന്നോട് പറഞ്ഞു അന്നോട്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, തിരക്കുണ്ട്. കുഴപ്പമൊന്നുമില്ലടേ. കൊല്ലമല്ലേ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരാവശ്യ സാധനം വാങ്ങാനായിട്ട് ഡെക്കാത്ത ആവശ്യ സാധനം അവിടെ ഇല്ല. പിന്നെ കയറിയല്ലേ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ബോയിക്കാൻ എഴുതി കുറേ കാര്യങ്ങൾ അതും ഇതും ചവറും എന്നൊക്കെ പോലെ കുറേ സാധനങ്ങൾ. പിന്നെ അതേ മിഠായി, പ്രോട്ടീൻ മിഠായാണ്. കണ്ടിരിക്കാൻ ഓൾറെഡി ഫുഡ് കഴിച്ചല്ലേ, തൽക്കാലം ആവിരിക്കട്ടെ. ഇതെനിക്ക് എത്തി നോക്കാൻ പറ്റാത്ത രീതിയിൽ ആരോ ഒരാൾ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പറിയാന്ന് തോന്നും. ആവട്ടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ക്ഷീണത്തിന് ഒരു വാഴക്കാപ്പം, പിന്നെ പറ്റി ചായ അതും കുടിച്ചിരിക്കാനൊരു ദേ പോകുന്നു. എന്തിനെ പറ്റി അത്യാവശ്യം ഞാൻ മേടിക്കും, പോട്ടെ. അങ്ങനെ അതും കഴിഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പോയി കോണ്ടിക്കാൻ നേരത്താണ് പെട്ടെന്ന് ഇതേണ്ടേ ദൂരല്ല അങ്ങ് ആർ പി മാൾ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ എന്താണ് സിനിമ. ശരി, ഒരു സിനിമയെങ്കിൽ സിനിമ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള സിനിമ കണ്ടു നോക്കി കയറി ലിഫ്റ്റിൽ ഇങ്ങനെ പോയി. ലിഫ്റ്റിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് സിനിമ കുറച്ച് 10-15 മിനിറ്റ് ലേറ്റ് ആവും. സോ അതുകൊണ്ട് നാളെ താഴെ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് സിനിമ തുടങ്ങാറായി. അങ്ങനെ ഞങ്ങൾ എക്സിലേറ്ററിൽ കയറി 5th ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ പോകുന്നില്ല പോട്ടെ. അങ്ങനെ കയറാൻ പോയപ്പോഴത്തേക്ക് തിരക്കൊന്നുമില്ലാന്ന് കരുതി ഞങ്ങൾ കയറിപ്പോയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സിനിമ കൊള്ളാം, നല്ല ലൂപ്പ് സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടടേ. അങ്ങനെ അതും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാരാണ് അതൊന്നും പിന്നെയാണ് അറിയുന്നത് സിനിമ കാണാനേ. അങ്ങനെ അതും കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ അറിഞ്ഞു പോയപ്പോഴത്തേക്ക് വിശപ്പ് വന്നപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാനായിരുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു 12 മണിക്ക് ശേഷം ഒരു കടയുണ്ട്. വെളുപ്പിന് 7 മണിയിലെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ചിന്നക്കരയുടെ സ്ഥലത്താണ് സ്ഥലം. അങ്ങനെ അതും ചോദിച്ചെന്ന് എൻ്റെ ഫ്ലാറ്റിലോട്ട് വന്നു. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ഉള്ളടേ.